എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ ഇയാളൊക്കെ എന്നും പരിപാടിക്ക് പോയി അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ കൂക്കണ്ട, കൂക്കം വരാറുണ്ട്. ഞാനതാ ഇയാൾ പൊട്ടത്തിൽ പറഞ്ഞ കൂക്കാറുണ്ട്. സക്കരിയുണ്ട് ഇവിടെ. കണ്ടില്ലേ? അതാണ് കണ്ടു അപ്പൊ മുജാഹിദ് രാജ്യത്ത് പോന്നാലേ നല്ലേ. അപ്പൊ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ ആരും ഇവര് സാംസ്കാരികമായി അവ പോന്നത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾ അങ്ങനെ പിന്നെ കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുത്ത് കൊണ്ടുപോയിട്ടോ, അതൊന്നും ഞങ്ങളറിയാം. ആ പാലശ്ശേരി പറഞ്ഞ പൈസ കൊടുത്ത് കണ്ട് ഇല്ലാതാക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് സാറ്. ഇത് നിങ്ങളെ ഓരോ വിഷയത്തിൽ ക്രിസ്തുകളുടെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് തന്നെ പറയുന്നത് അല്ല. ആ അണ്ണാക്ക് തള്ളി കൊടുക്കുക, ഒരു 50,000 60,000, എന്നിട്ട് 1.5 മാസം മിണ്ടാണ്ട് തിരിക്കാൻ പറയാം. എന്നാൽ തന്നെ ഒരുപാട് മനുഷ്യന്മാർ രക്ഷപ്പെടും. എനിക്കൊരു പുതിയ പോളിസി, ഒരു പദ്ധതി ഉള്ളുണ്ടാവും. പള്ളിക്കൊക്കെ പൈസ പിരിക്കുന്നതിനേക്കാളും മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യുക, ഒരു 50 കോടി ഉറുപ്പിയൊക്കെ. എന്നിട്ട് ഓരോ പള്ളിയിലെ മുസ്ലിയാക്കന്മാരോട് കുറച്ച് കാലത്തേക്ക് പ്രസംഗിക്കേണ്ട, പൈസയല്ലേ പ്രശ്നം, അതിതാ ഒരു 10 കോടി, ഒരു 5 കോടി, ഒരു കോടി, അത് തീരുന്നവരെ. ആ കാലയളവിൽ ഞങ്ങൾ വയൽ ഇറങ്ങോളാം. എന്നാൽ ആ കാലയളവ് കുറേ എണ്ണം സ്വർഗത്തിലേക്ക് നല്ല മനുഷ്യന്മാരായിട്ട് പോകും. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങളൊരു മുസ്ലിയാരെ സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിക്കുക, മുസ്ലിയാരെ നിങ്ങൾ ചെയ്യുന്ന അദാദ് റാത്തീബ് ഇതൊക്കെ തെറ്റല്ലേ, ജീവിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നത്? 1500. നിങ്ങൾക്ക് എത്ര കിമ്പളോ? 15,000. പിന്നെ എങ്ങനെ കിമ്പളം ഒഴിവാക്കി ശമ്പളത്തിൽ മാത്രം നിൽക്കൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50,000 വീതം മാസം ഏറ്റവും പേരോടക്കമുള്ള ആളുകൾക്ക്, കുറച്ച് സ്ട്രോങ് ഉള്ള ആളുകൾക്കൊക്കെ നല്ല സംഖ്യയോട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോളി അറിയാം. എന്നാ തന്നെ ഈ സമുദായം. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇല്ല, ഞങ്ങൾക്ക് കോടി തന്നിട്ടൊന്നും ഞങ്ങൾ അല്ലാതാക്കാൻ കഴിയില്ല. പിന്നെ കിമ്പളൊക്കെ കിട്ടിയ കുറച്ച് ആൾക്കാർ ഓരോപ്പം ബോധം ചെയ്തു. ഇനിയിപ്പത് പറയേണ്ടതില്ല. ഞങ്ങൾ പറയുന്നു, ഇവിടെ ഒരു കാര്യം വ്യക്തമായി. ഇന്ന് വരെ നിങ്ങളുണ്ടാക്കിയ എട്ടുകാലിയുടെ വലയിത ഈ മുട്ടിലിൽ വെച്ച് ഞങ്ങളിതാ ഊതിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ അന്തരീക്ഷത്തിൽ മരിച്ചവരോട് ഏതെങ്കിലും ഒരു നെറ്റ് തേടിയിട്ടുണ്ടോ? നിങ്ങൾ 1000 കുതിരശക്തിയോടെ പറയുന്നു, ഉണ്ട് ഉണ്ട് ഉണ്ട്. തൗഹീദിന് വേണ്ടി വന്ന തൗഹീദിന്റെ പടനായകനായ അന്ത്യനാളിന്റെ ഈ പരിശ്രദ്ധാവ് മഹാനായ നബി റൂഹുല്ലാഹി ഈസാ ധാരത്തിന്റെ സമീപത്ത് കൊണ്ട് നബിയെ സഹായത്തിന് വിളിക്കുന്നു. അത് സഹായത്തിന് വേണ്ടിയുള്ള പിടിയാടെന്ന് മുജാഹിദിന്റെ നേതാവ് അല്ലാമ ഹാലൂസി റൂഹുൽ മഹാനിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. പറഞ്ഞില്ലാന്ന് പറയണ്ട, അതും പറഞ്ഞിട്ടുണ്ട്. അത് ഈസാ നബി വരുന്നത് ഇമാമൻ ഹകമ, ഇവിടുത്തെ ഭരണാധികാരിയായി. അപ്പൊ അത് നമ്മൾ സമ്മതിച്ചു. ദ്വാരിക്കുക, അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. നമുക്ക് സത്യം പറഞ്ഞു കൊടുക്കാനേ കഴിയൂ, അല്ലേ? ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുക്കണേ. ഇനി എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് വേറെ ചോദ്യം ചോദിച്ചു. നമ്മൾ ഇവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുക. സമാധാനപരമായി തിരിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷമാണ് നല്ലത്. അല്ലാതെ ഇതിങ്ങനെ അങ്ങോട്ടും ചോദിക്കുക, അവരും പറയാ, ഒരു ശരിയായ ഏർപ്പാടുണ്ടല്ലോ. എന്റെ ചോദ്യം ഇതാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ വമാ അർസൽന എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്, ആ ആയത്ത് മാളിയേക്കൽ സുലൈമാൻ സക്കാഫി അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ തിരുമറി നടത്തുകയും തെറ്റായ അർത്ഥം നൽകി അള്ളാഹു അല്ലാത്തവരോട് പാവമോചനം തേടാൻ ഖുർആനിൽ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ആയത്തിൽ റസൂലു എന്ന പദത്തിന് പകരം അവിടെ റസൂല എന്ന് ചേർക്കുകയും എന്നിട്ട് അതിന് തെറ്റായിക്കൊണ്ട് അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ എന്ന അർത്ഥം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ കോഴിക്കോട് വലിയ കാസി ആ ആയത്തിന് അർത്ഥം കൊടുക്കുന്നത് റസൂലു എന്നാണ് ആയത്ത്. റസൂലു എന്നാണ് ആ പദം.
ആ ഭാഗത്തിൽ അർത്ഥം വരുന്നത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തിരുന്നെങ്കിൽ എന്നാണ്. ഇത് നേരെ തിരുമറി നടത്തി റസൂല എന്നാണ്. അത് പൂർത്തിയാക്കട്ടെ അടുത്ത ചോദ്യം. അല്ല, ഈ ചോദ്യം കംപ്ലീറ്റ് ആക്കട്ടെ സാർ. അല്ല, അതല്ല, നിങ്ങൾ ആ പറഞ്ഞ തിരുമറി നടത്തിയെങ്കിൽ ഞങ്ങൾ ഇതന്നെ വേറെ ചോദ്യമില്ല. ഇതന്നെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞു. അപ്പൊ റസൂലു എന്ന പദം റസൂല എന്നാക്കി മാറ്റുകയും അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ എന്നാക്കി മാറ്റുകയും ചെയ്യും. അതിന്റെ പിന്നെ സ്കാൻ ചെയ്തെടുത്ത കോപ്പിയാണ് കയ്യിലുള്ളത്. ഓക്കെ, മറുപടി പറയാനുള്ളത് പറഞ്ഞു. അതായത് ആ പറഞ്ഞത് ഒരിക്കലും ഖുർആൻ തിരുത്തിയതല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. അത് റസൂലു എന്ന് ആ നിങ്ങൾ വായിച്ച അതേ പുസ്തകത്തിൽ 3 സ്ഥലത്ത് ഈ ആയത്തും അതിന്റെ അർത്ഥമുണ്ട്. എല്ലാ സ്ഥലത്തും റെഡിയാണ്. പക്ഷെ പ്രിന്റിംഗ് ഇത് ചെയ്തു. പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് മത്സ്യമായ വലിയൊന്നല്ല, ചിലപ്പോഴൊക്കെ എത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂല എന്നത് റസൂലു എന്നത് പ്രിന്റിംഗ് മെഷീനിൽ തെറ്റായി റസൂല എന്ന് അത് ഞങ്ങൾ തന്നെ അത് തിരുത്തിയതുമാണ്. അപ്പൊ അത് ഒരു വിഷയം ഖുർആൻ തിരുത്തി എന്നല്ല നിങ്ങൾക്കും അറിയാം, തിരുത്തിയതാണെന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് നമ്മളെ ബാലുശ്ശേരിക്കാരൻ തന്നെ പറയുന്നുണ്ട്, അത് സുലൈമാൻ സഖാഫി തിരുത്തിനും അതെല്ലാവർക്കും അറിയാം. ഖുർആൻ തിരുത്തൽ പോയിട്ട് ഞങ്ങൾ ഒരു പണി നിങ്ങൾ ചെയ്യൂല. അള്ളാന്റെ ഖുർആൻ അങ്ങനെ തന്നെ തെറ്റുക ഞങ്ങൾ തിരുത്തും. തെറ്റുകയെന്നാൽ എങ്ങനെ അച്ചടി മെഷീൻ തെറ്റിയത് ഞങ്ങൾക്ക് പറ്റിയതല്ല. റസൂല അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരും ഇൻഷാ അല്ലാ. അപ്പൊ അത് തെറ്റ് തിരുത്തുകയാണ് എന്ന് ഓർമ്മ ഞങ്ങൾ കേൾപ്പിച്ചത്. അതിനകത്തോട് മൈക്കൂർ അയാൾക്ക് എന്താ പറയുക? അല്ല, അയാൾക്ക് അതെ, ഇതിൽ യഥാർത്ഥത്തിൽ അച്ചടി പിശക് സംഭവിച്ചതല്ല. കാരണം റസൂല എന്ന് പദമാക്കി മാറ്റുകയും മാത്രമല്ല അതിന്റെ അർത്ഥം പോലും മാറ്റുകയും രണ്ടും ഒരുമിച്ച് അച്ചടി പിശക് സംഭവിക്കില്ലല്ലോ. റസൂല എന്ന് വന്നാൽ എന്തർത്ഥമാണ് വരിക, ആ അർത്ഥമാണ് അയാൾ ഇവിടെ കൊടുത്തത്. അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ എന്നാണ് അദ്ദേഹം ഇവിടെ അർത്ഥം കൊടുത്തത്. പക്ഷെ ആ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പാവമോചനം ചെയ്യാന്നാണ്. ശരി, അപ്പോ അർത്ഥവും രണ്ടും ഒരുമിച്ച് ഓക്കെ. അർത്ഥം എന്താ വിഷയം അറിയുന്നത്? അർത്ഥം ഞങ്ങൾ അതിന്റെ 3 സ്ഥലത്തും അതിന്റെ അർത്ഥം വിഷയമായി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് റസൂലു എന്ന് എഴുതി, അത് റസൂല എന്ന് എഴുതി തെറ്റായി വന്നതാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ വിശദീകരിച്ചത് റസൂലിന്റെ അടുത്തേക്ക് അങ്ങനെ നബി സങ്കടം പറഞ്ഞു പോകും എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനമാണ് അവിടെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പുതിയ ആയത്തുണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞ പോലെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായി? സുലൈമാൻ സഖാഫി പറഞ്ഞു തിരുത്തുകയും ചെയ്തു, ഇതെല്ലാവർക്കും അറിയാം. പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ടൊന്നല്ല തിരുത്തിയത്, അത് പിന്നെ നമ്മൾ തിരുത്തിയിട്ടുണ്ട്.